ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ഓർണൻ്റെ മുഖത്ത് ഇത് കണ്ട കാണുന്നുണ്ടോ? ചെറിയ ചെറിയ കറുപ്പ് പാടുകളുണ്ടോ? ഇനി ഉള്ളതല്ല, ഈ പാടുകളുണ്ടോ? ആദ്യം കുറച്ചേനുള്ളൂ, ഇത് ഇപ്പം നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്താക്കാൻ പോകുന്നത്? ഇതില്ലേ, ഇത് നമ്മളെ മറ്റേ ജനറ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവം. ഇത് മുഖത്ത് ചെലയാക്കല്ലുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവില്ല, അത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു സംഭവം. എൻ്റെ അച്ഛമ്മക്കെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഡോക്ടറെ കാണിച്ച ഡോക്ടർ ചെറുതായിട്ട് കരിച്ചതും ചെയ്യാൻ തോന്നുന്നു, പക്ഷെ എനിക്കത് പേടിയാണ്. ഇതും പേടിയേനു. ഇതിപ്പോൾ നമ്മൾ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്, ഒരു ആയുർവേദ വൈദ്യർ അങ്ങനെ എന്തോ സംതിങ്. അപ്പോൾ അവിടെ കുറേ ആൾ പറയുന്നത് കേട്ട് നല്ലതാ, മരുന്ന് വെച്ചാൽ പോകും, ഒരു പ്രാവശ്യം വെച്ചാൽ മതി എന്നെല്ലാം. അപ്പം അങ്ങനെ അതൊന്ന് ടെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ വൈദ്യരെ തേടി പോകുന്ന യാത്രയായിരുന്നു. കല പോയി. പക്ഷെ എന്തായാലും പിന്നെയും വരൂ. എന്തായാലും നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന മരുന്നൊന്നും കഴിക്കുന്നില്ലല്ലോ, പുറത്ത് മാത്രമല്ലേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നോക്കാം. നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്ക് വിടാം. നമ്മൾ സ്ഥലമൊന്നും അറിയില്ല, ഇപ്പൊ ചോദിച്ചു പോകണം. കുറച്ച് ദൂരം ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ ഇനി അങ്ങോട്ടേക്ക് വിടും. ഇനി ആടി എത്തിയിട്ട് നമ്മളെ പൂച്ചക്കുട്ടികൾ വന്നിട്ട് വിടാം. കിളികളെ പിടിക്കേണ്ട പരിപാടിയാ, ഇപ്പം കിട്ടും എല്ലാവർക്കും. വേഗം നമ്മളെ കിളിക്കൂട്ടിലേക്കാ കാണുന്നു പുറത്തിറങ്ങി വരുമ്പോഴേക്ക്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് വിടാം അല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ബൈപ്പാസ് വഴി വന്നുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ടാവല്ലേ ഇവിടെ എത്തിന്. ഇതാ സ്ഥലം. അപ്പോൾ ഇവിടെ അങ്ങോട്ടേക്ക് ഒരു പാലമുണ്ട്, അങ്ങോട്ടേക്ക് പിണറായും ഇങ്ങോട്ടേക്ക് കണ്ണൂർ വരുന്ന ബോർഡിലുള്ള. പിന്നെ നമ്മളെ വഴി ഇതാ, നമ്മളെ വഴി ചെറിയ സ്റ്റെപ്പാണ് നമുക്ക് പറഞ്ഞ നടയാളോ. ഈ ഒരു സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് കുറച്ചൊരു കാട് പോലത്തെ സ്ഥലമാണ് കാണുന്നത്. നമുക്കിനി ഉള്ളോട്ട് പോയി നോക്കാം. അറിയില്ല, ആദ്യമായിട്ട് പോകുന്ന വഴി. അങ്ങനെ എവിടെയും കത്തിപ്പോവാം. എവിടെ എത്തിയാലും ഇവിടെ വീടല്ലേ കാണുന്നത്? നോക്കാം. ഇവിടെ പൊട്ടക്കിണറെല്ലാം കാണുന്നുണ്ടോ? ഇതാ ഇവർ പറഞ്ഞ പാലം? ആ, ഇതാ പാലം. വഴി മാറിയാ നോക്കാം. അങ്ങോട്ടേക്ക് വഴിയുണ്ടോ? ഇല്ലാലോ, ഇതൊരു വീടല്ലേ ഗൈസ്. ജേങ്കോ, നീ അറിഞ്ഞ നമ്മള് പെട്ടടാ. അപ്പൊ നമ്മള് ഏതോ ഒരു വീട്ടിലേക്കുള്ള വഴി ഇറങ്ങിട്ട് വീട്ടിലേക്ക് ആ വഴി പോയ 2 വീട് അവിടെ കാണാനുള്ളത്. നമുക്ക് ഇതിലെ ഈ വഴി പോയിട്ട് പാലത്തിന്റെ എൻഡ് എന്നാ പറഞ്ഞത്. നമ്മള് കേട്ടത് പാലത്തിന്റെ തുടക്കം. ഈ വഴി കിടന്നിട്ട് ഈ പാലത്തിന്റെ അങ്ങെത്തണം അല്ലേ? ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നേരെ തിരിഞ്ഞിട്ട് അങ്ങോട്ടൊക്കെ പാലം കഴിഞ്ഞിതാ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ഈ സ്റ്റെപ്പാണ് ഓറ് പറഞ്ഞ ആ സ്റ്റെപ്പ്. കുത്തനെ വീണ്ടേ ഒക്കെ വീഴും. അതിനെ പോല ഇപ്പൊ ശരിയായിട്ടാ. നല്ലൊരു കാടും കുറ്റി പോലത്തെ സ്ഥലത്താണെല്ലാം പറഞ്ഞിന്. പാലത്തിന്റെ അടിയിലൂടെ ഇങ്ങോട്ടേക്ക് പോവാം. ഇവിടെ ഒരു കാറുണ്ട്, ഒരു പീടിക. അപ്പൊ ഇത് ഈ കാണുന്നതാണ് ഷോപ്പ് എന്ന് പറയാൻ പറ്റില്ല. പഴയൊരു ബിൽഡിങ്ങിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഇതാ ഈ നേരെ കാണുന്ന ഈ പാലം വഴി വന്നിട്ടാണ് നമ്മളിവിടെ എത്തിയത്. ഈ പാലത്തിന് അവിടെ ഇറങ്ങിയിട്ട് ഈ കാണുന്ന വഴിയിലൂടെ ഇങ്ങോട്ട് വന്ന ഷോപ്പാണ്. ഇങ്ങോട്ടേക്കും ഒരു വഴിയുണ്ട്. പിന്നെ അതിവിടെ വന്നേരം തന്നെ ഒരുപാട് ആളിവിടെ ഈ മരുന്നിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ചേട്ടനാണ് ഇതിൻ്റെ ആള്. പിന്നെ ഒരുപാട് ആളുണ്ട്, നല്ല തിരക്കുണ്ട് ഇവിടെ. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ചേട്ടൻ വന്നിട്ട് ഇവിടുത്തെ മരുന്ന് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. പറഞ്ഞക്ക് പ്ലാസ്റ്റിക് മുടിയിൽ ചേർക്കുക, അങ്ങനെ ലോഹത്തിൻ്റെ മുടി ചേർക്കാൻ പാടില്ല. ഒക്കെ ചേർത്ത മരുന്ന് ഒരിക്കലും വെക്കുക. ഇത് പിന്നെ അടിയിൽ ഊറും. ഈ മരുന്ന് അടിയിൽ ഊറുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിയിട്ടെടുക്കുക. എന്നിട്ട് ലേശം പൊടി 2 സുമറിട്ടാൽ മതി. ലേശം പൊടിയിലൂടെ വരും കേട്ടോ, അധികം ചെയ്യണ്ട. എന്നിട്ട് ചെറുതെല്ലാകുമ്പോൾ നീര് കിർക്കല് മതി. രണ്ടും കൂടി ചേരുമ്പോൾ ഇതിന് പോറുണ്ട്. രണ്ടും കൂടി ചേരുമ്പോൾ ചെറിയൊരു ആസിഡ് പോലെ വരും. പിന്നെ ലേശം ലൂസിന് വേണ്ടിയൊക്കെ ഇത് ചേർക്കുക. ഇതൊരു കൂട്ടുമരുന്ന്. ഈ മരുന്നിൻ്റെ അകത്ത് ഉണ്ട്. നേരിട്ട് ഇട്ടിക്കണ്ട. നേരിട്ട് ഇട്ടിക്കുമ്പോൾ അധികം സേഫണ്ട. ഇങ്ങനെ വെച്ചാൽ അവിടെ നിൽക്കണം, ഒരു ക്രീം പോലെ കേട്ടോ. ഇങ്ങനെ 1-2 വെച്ച് കാണിച്ചു അടിച്ചിട്ട്. ഇതുണ്ടോ? അതിങ്ങനെ ലേശം തൊടുക. മരുന്ന് പിടിക്കുമ്പോൾ ചെറുങ്ങനെ കുത്തൽ പോലെ ഉണ്ടാവും. കുറച്ച് നമ്മൾ ഇത് കഴിഞ്ഞ് വെക്കണ്ട കേട്ടാ. ഇപ്പോഴത്തെ ഞാൻ വെക്കണ്ട, എല്ലാം അങ്ങനെ വെച്ചോളൂ. ഇപ്പോഴത്തെ ഞാൻ വെക്കണോ അല്ല അങ്ങനെ വെച്ചോളൂ.
നിങ്ങൾ വെച്ച് ഇനി വെക്കാതെ അങ്ങനെ വെച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മളെ ചെറുതല്ല ഒരു നേരം വെച്ച് ഇനി വെക്കണ്ട. ഇത് ഒരു നേരം വെച്ച് നിർത്തിയാൽ മതി. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ മതിലിന് വെച്ചിട്ട് മുറിവേൽപ്പിക്കും പോലെയാണ്. ഇതിൽ 5 മിനിറ്റ് വെക്കുമ്പോൾ അവിടെ മുറിവേറ്റ പോലെ ആവും. ചെറിയ മുറിവാണെങ്കിൽ വേഗം ഉണങ്ങിയിട്ട് ഒറ്റ ഇട്ടിട്ട് പോയില്ലേ, അതുപോലെയാണ് കേട്ടാ. പറഞ്ഞ മനസ്സിലില്ല. ഇത് 5-10 ഇത് തിരഞ്ഞെടുക്കുന്ന ഒരാഴ്ച കഴിയണം. നമ്മൾ മുറിവേറ്റ ലേശം പൊണ്ണു പോലെ ആയിട്ട് ഉണങ്ങിയിട്ട് ഒറ്റ ഇട്ടിട്ട് പോയില്ലേ. നമ്മളിപ്പോൾ ഒരു കടുമണി പോലെ ഉരുണ്ട പോലെ ഉണ്ടെങ്കിൽ പിന്നെയും വെക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു തീപ്പെട്ടീൻ്റെ ഇത്ര ഉരുണ്ട പോലെ ഉണ്ടെങ്കിൽ നമ്മൾ ശരീരത്തിൽ ഇത്ര വലിയ ഉണ്ണി ഉണ്ടെങ്കിൽ നമ്മൾ ഫുള്ള് അതിനെ കവർ ചെയ്യണം. മനസ്സിലായില്ലേ? അടിയത്തോടണ്ട. ഇത്ര വണ്ണം ഉണ്ടെങ്കിൽ ഏകദേശം ഇന്ന് 2 നേരം വെച്ച് നാളെയും 2 നേരം വെക്കണം. പറഞ്ഞ മനസ്സിലായില്ലേ? പറയാൻ മനസ്സിലാകുന്നുണ്ട്. വണ്ണത്തിന് വെച്ചാൽ കുറച്ച് ദിവസം വെക്കണം. ഒരു കടുമണി പോലെ 2 നേരം വെക്കണ്ടോ പറയുന്നുണ്ടോ? എങ്ങനെ വെച്ചാൽ മതി. നോക്കട്ടെ ഇങ്ങോട്ട് കാട്ടിക്ക്. അതിന് വെച്ചാ അതിന് പിന്നെ അധികം പൊന്തിയിട്ടില്ലല്ലോ. അത് ഒന്നും കൂടി വെച്ച് നിർത്തിയാൽ മതി. അത് പിടിക്കും ചെറുങ്ങനെ കുത്തൽ പോലെ ഉണ്ടാവും. കണ്ടാ മതി പിടിക്കുമ്പോൾ അത് ഒന്നും കൂടി വെച്ചാൽ മതി. ചെറുമാതിരി ഉണ്ടെങ്കിൽ വെച്ചാൽ മതി. ഇങ്ങനെ വെച്ച പോലെ തുണി തട്ടുന്ന സ്ഥലത്താണ് തുണി മാറ്റി വെക്കുക. ഇത് വെച്ച പാട് തുണി തട്ടിയാൽ വേറെ സ്ഥലത്താവുമല്ലോ. അതുപോലെ ഇത് വേറെ സ്ഥലത്ത് ആയാൽ തന്നെ പെട്ടെന്നാവില്ല. 1 മിനിറ്റ് വെക്കാൻ പറ്റാവും. മനസ്സിലാകുന്നുണ്ടോ? ഇത് രണ്ടും കഴുകണം. ചേർക്കാൻ പറ്റുന്ന ഒരിക്കലും വെക്കാം. ഇത് രണ്ടും കഴുകണം. പിന്നെ ഇതെല്ലാം 2 മാസം വരെ വെക്കുക. ഇതെല്ലാം 2 മാസം വരെ വെക്കുക. ഇതൊരു കൂട്ടുമരുന്ന്. ഈ മരുന്നിൻ്റെ അകത്തുണ്ട്. ഇത് 2 ആഴ്ച കഴിഞ്ഞ് പോണി പോകും. ഒരാഴ്ച കഴിയുമ്പോൾ ട്രൈ ചെയ്യാൻ പോയി ഊറ്റിക്കുക. 2 മാസം കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും ഗുണം പോകും. ഇത് പിന്നെ മൂടിക്ക് പുറത്തേക്ക് തന്നെ കള്ളാസ് വെക്കുന്നു. അല്ലേ? കള്ളാസിലെങ്കിലും കൊണ്ടുപോകുമ്പോൾ ചെരിയുമ്പോഴും മരുന്ന് മൂടിനുള്ളിലാവും. ഞാൻ കെട്ടിത്തമ്പോ എവിടെയെങ്കിലും ഊറിക്കിടക്കും. കൊണ്ടുവച്ചൊന്ന് കുലുക്കിയിട്ട് ഉള്ള മരുന്നെല്ലാം താഴോട്ടും വൈകിടക്കും കള്ളാതെടുത്താൽ മതി. നമ്മളിപ്പോൾ മുട്ടിന് അരിമ്പാറ് ഇത്ര വണ്ണം ഉണ്ടെങ്കിൽ 5-10 ദിവസം വെക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ രാവിലെ വെച്ച് വൈകുന്നേരം വെക്കാം. കേട്ടോ? ഇത് പിന്നെ അത്രയും വെക്കണ്ടോ. എന്റെ മുഖത്ത് ഞാൻ വെച്ചാൽ ഇനി വെക്കണ്ട. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടാ? പ്ലാസ്റ്റിക് മുടി ഉണ്ടാവില്ല. ഈർക്കളിയോ നമ്മൾ 10-ന്റെ എടുക്കുന്ന 10 കത്തിക്കുന്നോണ്ട് 10-ന്റെ കിട്ടും. അതുകൊണ്ടാണ് നേരെ നമ്മൾ ചെത്തിയാൽ മതി. ലേശം പോയിന്റ് പോലെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. വണ്ണൻ്റെ മുഖത്തുണ്ട് ഒരു 3-4 കുത്തുകൾ അവിടെ ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട്. പുകച്ചല്ലേ ചെറിയ കുത്തലുണ്ട്. സംഭവം പോകും. കുറേ ആളുണ്ട് ഇവിടെ ഇങ്ങനെ വന്ന്. ഇവിടെ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട്. ചെറിയ ഇതാണെങ്കിലും ചെറിയ സ്ഥലമാണെങ്കിലും അറിഞ്ഞറിഞ്ഞ ആൾക്കാർ കുറെ വരുന്നുണ്ട്. സംഭവം പോകുന്നു മൂപ്പർ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോയിട്ട് പിന്നെയും വരും. അന്നേരം ചോദിച്ചാലും പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ തലവേദനയെല്ലായാലും പോയിട്ട് പിന്നെയും വരില്ല. അതുപോലെ തന്നെയാണ് ഇതും. പോയിട്ട് പിന്നെയും വരും. എന്തായാലും വരുമായിരിക്കും നമ്മള് പുറത്തുനിന്ന് ചെയ്താലും ലേസറിന്റെ എല്ലാം ചെയ്താലും. പിന്നെ അത്ര വലിയ പൈസയും കാര്യങ്ങളൊന്നും വാങ്ങുന്നില്ല. ചെറിയൊരു പീടിയാണ്. ചെറിയ പൈസയുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു പാലത്തിന്റെ അടിയിലോട്ട് പോയിട്ട് വേറെ ഇവിടെ അങ്ങനെ വീടുകളും അങ്ങനെ വീട് അതിന്റെ അപ്പുറത്ത് അങ്ങോട്ട് ഇടുന്നു. അല്ലാണ്ട് അങ്ങനെ എന്തായാലും കാറും ആൾക്കാരെല്ലാം ഇവിടെ എത്തും. അപ്പുറത്തോട്ടൊരു വഴിയുണ്ട് തോന്നുന്നു. നമ്മൾ ഈ പാലം ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ പാലത്തിന് ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട് വന്നു. ആർക്കെങ്കിലും ഇവിടെ വേണ്ടിക്കേ നമ്മള് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുക. അപ്പൊ നമ്മള് ചെറിയതാണെങ്കിൽ ഒരു പ്രാവശ്യം തന്നെ ഈ മരുന്ന് വെച്ചാൽ മതി. പിന്നെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വലിയ ഇതെല്ലാം ആൾക്കാരുണ്ട്. ഓർക്കാണ് പിന്നെയും 2-3 പ്രാവശ്യം വെക്കേണ്ടത്. എന്നാലും എന്തായാലും 2-3 പ്രാവശ്യം വെക്കണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ചെയ്യും. ഒരു ശബ്ദം കേട്ടാ അങ്ങനെ ഒരു JCB മണ്ണ് കൊണ്ടിടുന്നു. അങ്ങനെ എന്തോ ഇത്ര സൗണ്ടാ. പുഴയല്ല അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ കേൾക്കുന്ന. അല്ലാണ്ട് അങ്ങനെ വെക്കണ്ട, വേഗം പോവും. പിന്നെ എൻ്റെ 2 ചേച്ചിമാർ ഇതേപോലെ വെച്ചിട്ട് ഓർക്ക് നല്ല മുഖത്തുള്ള കലകളെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അന്ന് പേടിച്ചിട്ടാ ഞാൻ വെക്കാൻ. ഓർ വെക്കുന്ന സമയത്ത് എനക്ക് പുകയെന്ന് പേടിച്ചില്ല ഞാൻ വെക്കാൻ. ഇപ്പം പക്ഷെ നോക്കുമ്പോൾ ഇത് അധികമായിട്ട് വരുന്നത് എല്ലാവർക്കും ഉണ്ടാവും. ആരെയും അങ്ങനെ ചില ആളത് കാണൂല, ചില ആള് കഴുത്തിന്റെ അടുത്തെല്ലാം ഉണ്ടാവും. പിന്നെ മുഖത്തുള്ള ആള് ചില ആളെ മുഖത്ത് ഒരുപാട് കാണാം. ഓരെല്ലാം വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് മരുന്ന് വാങ്ങിച്ചോ. നമ്മൾ ലൊക്കേഷൻ ഇടുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥലം വരുന്നത് മമ്മാങ്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ലൊക്കേഷൻ ഇട്ടാൽ കാണാൻ പറ്റുമല്ലേ? മമ്മാങ്കുന്ന് പാലം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ വരുന്നതെന്ന് കാണിക്കാന്ന് വിചാരിച്ചല്ലേ. ആർക്കെങ്കിലും നമ്മളെ വീഡിയോ ഉപകാരപ്പെട്ടാലും കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ ഉപകാരപ്പെടുന്ന വീഡിയോയിൽ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. എന്നാൽ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.